അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, മക്കയിലാണ് ഉംറയ്ക്ക് വേണ്ടി വന്നതായിരുന്നു. ഇവിടെ കണ്ട ഏറ്റവും സങ്കടമുള്ള ഒരു കാഴ്ച പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് സമ്പത്ത് മുടക്കി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പ്രതീക്ഷിച്ച് ഹറമിൽ വരുന്നത് അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത് അതിൽ മുഴുകാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ പുണ്യങ്ങൾ ഏറെ കരസ്ഥമാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെയൊക്കെ നാട്ടിലെ പള്ളിയിൽ അപേക്ഷിച്ച് 1,00,000 മിനിറ്റ് പ്രതിഫലം ജമാഅത്തിന് ഇവിടെ ഉണ്ട്. 1,00,000 എന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ മനസ്സിലാക്കേണ്ടി? നമ്മുടെ നാട്ടിലെ പള്ളിയിനേക്കാളും 3,400 ഇരട്ടിയാണത്. എന്ന് പറഞ്ഞാൽ 3,400 പ്രാവശ്യം നമ്മുടെ പള്ളിയിൽ ജമാഅത്തിന് പോകുന്ന പ്രതിഫലം ഒറ്റവട്ടം ഇവിടെ കിട്ടും. 740ഓളം ദിവസം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് പോകുന്ന നമ്മുടെ നാട്ടിലെ പള്ളിയിൽ ജമാഅത്തിന് പോകുന്ന പ്രതിഫലം ഒറ്റ ജമാഅത്തിനൂടെ കിട്ടും. പക്ഷെ അത് നഷ്ടപ്പെടുത്തുന്ന ഒരു വലിയ വിഭാഗം ഇവിടെ ഉണ്ട്. അത് നമ്മുടെ നാട്ടിൽ നിന്ന് ഉംറക്ക് വേണ്ടി വരുന്ന സുന്നി സഹോദരിമാരാണ്. അവര് ജമാഅത്തിന്റെ സമയം വരേക്കും പള്ളിയിലുണ്ടാവും. ജമാഅത്തിന്റെ സമയമാകുമ്പോ ബാങ്ക് കേൾക്കുമ്പോ അവിടെ നിന്ന് അവരിറങ്ങി അവർ റൂമുകളിലേക്ക് മടങ്ങിപ്പോകും. ഇത് കാണുന്ന ഇവിടത്തെ പാകിസ്ഥാനികളും ഹിന്ദികളൊക്കെ നമ്മോട് ചോദിക്കുക, കേരളത്തിലെ സ്ത്രീകൾക്ക് മാത്രമുള്ള ഇങ്ങനത്തെ പ്രത്യേകത, എല്ലാവരും അങ്ങനെയാണ് എന്നല്ല. പക്ഷെ ഇവിടെ വരുന്ന മഹാഭൂരിപക്ഷം സുന്നി ഗ്രൂപ്പുകൾ വരുന്ന ആളുകളും ഇങ്ങനെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രയോ ആളുകൾ ഇവിടെ എത്താൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്, സ്വപ്നങ്ങൾ കുന്നുകൂട്ടി അള്ളാഹുവിനോട് നിറകണ്ണൊലിച്ചാണ്. അവർക്ക് സാമ്പത്തികമായിട്ട് ഇതിന് ഭദ്രതയില്ലാത്ത ആളുകളൊക്കെയും വലിയ പ്രയാസത്തിലാണ്. പക്ഷെ എല്ലാത്തിനുമുള്ള തൗഫീഖ് അള്ളാഹു നൽകിയിട്ട് ഇവിടെ എത്തിയിട്ട് അത്രയും വലിയ പുണ്യം നഷ്ടപ്പെടുത്തി കളയുന്ന ആളുകളെ കാണുമ്പോ എന്തൊരു സങ്കടം എന്നറിയും, വിഷമാണ്, ദുഃഖമാണ്. റസൂലുള്ളാഹി പഠിപ്പിച്ച വാചകം, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിന്റെ ദാസികളായ സ്ത്രീകളെ അള്ളാഹുവിന്റെ പള്ളികളിൽ നിന്ന് നിങ്ങൾ തടയരുതെന്ന് വിശുദ്ധ ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി നമ്മോട് കൽപ്പിക്കുന്നു. എന്നിട്ടും എന്ത് ധൈര്യത്തിലാണ് സ്ത്രീകൾ പുരുഷന്മാര് പങ്കെടുക്കുന്ന പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കാൻ പാടില്ല എന്നത് സ്ഥിരപ്പെട്ട ഒറ്റ ഹദീസെങ്കിലുണ്ടോ? പിന്നെ എന്തിന്റെ പേരിലാണ് അത്രമേൽ ആഗ്രഹിച്ച് ഇവിടെ വരുന്ന സമൂഹത്തിന്റെ വലിയ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്നതെന്നുള്ള കാര്യം അതീവ ഗൗരവത്തിലൊന്ന് ആലോചിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഉംറക്ക് വരുമ്പോ അതീവ ഗൗരവത്തിൽ ആലോചിക്കണം.